Hi friends, welcome to Post Magic. Today we are discuss about RPLI policies, that is Rural Postal Life Insurance. Rural Postal Life Insurance, RPLI. RPLI was introduced on 24th March 1995. RPLI was usually suitable for persons residing in rural areas. The minimum sum assured rupees 10,000, the maximum sum assured rupees 10 lakh. Sum assured should be in multiples of rupees 5,000. In case of policies with a non-standard age proof, the maximum age limit is 45 years and the maximum sum assured is rupees 1 lakh. Minimum age at entry 18 years and the maximum age at entry is 55 years. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് PLI ആണ്, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇന്നിപ്പോൾ ഇവിടെ RPLI ആണ് ഡിസ്കസ് ചെയ്തത്. RPLI ഇൻട്രൊഡ്യൂസ് ചെയ്തത് 24th March 1995 ആണ്. ഇപ്പോൾ നമ്മൾ 30 ഇയേഴ്സ് ആയി ഈ RPLI സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നോൺ സ്റ്റാൻഡേർഡ് ഏജ് പ്രൂഫ് ആണ് നമ്മൾ RPLI കൊടുക്കണമെങ്കിൽ മാക്സിമം സം അഷ്യൂർഡ് 1 ലാക്കും മാക്സിമം ഏജ് അറ്റ് എൻട്രി 45 ഇയേഴ്സ് ആണ്. ജനറലി പറയുകയാണെങ്കിൽ ഏജ് അറ്റ് എൻട്രി 18 ഇയേഴ്സും മാക്സിമം ഏജ് അറ്റ് എൻട്രി 55 ഇയേഴ്സ് ആണ്. ഇനി ഏതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഏജ് പ്രൂഫ് എന്ന് നോക്കാം. ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, പാൻ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെയാണ് എന്ത് സ്റ്റാൻഡേർഡ് ഏജ് പ്രൂഫ്. ഇനി നോൺ സ്റ്റാൻഡേർഡ് ഏജ് പ്രൂഫിലേക്ക് വരുമ്പോൾ വോട്ടേഴ്സ് ID കാർഡ്, ആധാർ കാർഡ്, എൽഡേഴ്സ് ഡിക്ലറേഷൻ, മെഡിക്കൽ എക്സാമിനേഴ്സ് അപ്രോക്സിമേറ്റ് ഏജ് സർട്ടിഫിക്കറ്റ്, ദെൻ ഡിക്ലറേഷൻ ബൈ ഇൻഷുറൻസ് കൗണ്ടർ സൈൻഡ് ബൈ മെമ്പർ ഓഫ് പഞ്ചായത്ത്. ഇതൊക്കെ എന്താണ് നോൺ സ്റ്റാൻഡേർഡ് ഏജ് പ്രൂഫ് ആണ്. ഇനി നമുക്ക് നോക്കാം RPLI ഉള്ള പോളിസീസ് എന്തൊക്കെയാണെന്ന്. PLI സെയിം പോളിസീസ് ഒക്കെ തന്നെയാണ് എന്ത് RPLI ഉള്ളത്. 6 ടൈപ്സ് ഓഫ് പോളിസീസ് ആണ് RPLI പ്രൊവൈഡ് ചെയ്യണത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 6 ടൈപ്സ് ഓഫ് പോളിസി ആണ് RPLI പ്രൊവൈഡ് ചെയ്യണത്. ഫസ്റ്റ് വൺ ഓൾ ലൈഫ് അഷുറൻസ്, ദാറ്റ് ഈസ് ഗ്രാം സുരക്ഷ. ദെൻ എൻഡോമെന്റ് അഷുറൻസ്, ഗ്രാം സന്തോഷ്. കൺവേർട്ടബിൾ ഓൾ ലൈഫ് അഷുറൻസ്, ഗ്രാം സുവിധ. ആന്റിസിപ്പേറ്റഡ് എൻഡോമെന്റ് അഷുറൻസ്, ഗ്രാം സുമംഗൽ. Then 10 years RPLI, it is also known as Gramapriya. Then children's policy, that is Bal Jeevan Bima. ഇത്തരം പോളിസീസ് ആണ് RPLI പ്രൊവൈഡ് ചെയ്യണത്. PLI എന്തില്ല, 10 years RPLI, അതായത് that is ഗ്രാമപ്രിയ PLI ഇല്ല. ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്, ആ പോളിസിയുടെ കാര്യത്തിലുള്ള ഡിഫറൻസ്. ഗ്രാമപ്രിയ ഉള്ളത് RPLI ലാണ്. ഇനി പോളിസീസ് ഒക്കെ ജസ്റ്റ് നമുക്ക് നോക്കിയാൽ മതി. PLIയുടെ പറഞ്ഞത് തന്നെയാണ് RPLI ഉള്ളത്. ഓൾ ലൈഫ് അഷുറൻസ് ആവുമ്പോൾ അതിൻ്റെ ബോണസിൽ മാത്രമാണ് ചെറിയ ഡിഫറൻസ് വരുന്നത്. ഇതിലെന്താണ് 1000 റുപ്പീസിന് 60 റുപ്പീസ് ആണ് ബോണസ്, ബാക്കി എന്താണ് എല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഞാനത് വീണ്ടും ഡിസ്കസ് ചെയ്യണില്ല, ബോണസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓൾ ലൈഫ് അഷുറൻസ് ബോണസ് 60 per 1000. എൻഡോമെന്റ് അഷുറൻസ്, ദാറ്റ് ഈസ് ഗ്രാം സന്തോഷ്, അതിൻ്റെ ബോണസ് 1000ന് 48 റുപ്പീസ് ആണ്. Convertible all life assurance, that is Gram Suvidha, ഇതിന്റെ ബോണസ് 60 per 1000. Anticipated endowment assurance, that is Gram Sumangal, ബോണസ് 45 per 1000. Then Gramapriya, that is 10 years RPLI. RPLIയുടെ ഒരു ഷോർട്ട് ടേം പോളിസിയാണ് എന്താ ഗ്രാമപ്രിയ. ഇതിന്റെ ഡ്യൂറേഷൻ 10 ഇയേഴ്സ് ആണ് വരുന്നത്. അതിന്റെ ബോണസ് എങ്ങനെയാണ് 45 per 1000. 1000 റുപ്പീസിന് 45 റുപ്പീസ് ആണ് എന്ത് ബോണസ്. It is an anticipated endowment assurance scheme for 10 years. Short-term money back policy. It is a short-term money back policy of RPLI. RPLIയുടെ ഒരു short-term money back policy ആണ് എന്താ ഗ്രാമപ്രിയ. ഇവിടെ എന്താണ് 10 വർഷത്തേക്ക് റിസ്ക് കവർ ചെയ്യും. മിനിമം ഏജ് അറ്റ് എൻട്രി 20 ഇയേഴ്സ് ആൻഡ് മാക്സിമം ഏജ് അറ്റ് എൻട്രി 45 ഇയേഴ്സ്. No interest is charged on arrears premium paid in case of natural calamities like flood, drought, earthquake, സൈക്ലോൺ എക്സെട്ര. അതായത് നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ RPLI പോളിസീസ് ഒന്നും പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യില്ല, ഇൻട്രസ്റ്റ് എടുക്കില്ല, അതിന് ഇൻട്രസ്റ്റ് ഒഴിവാക്കി കൊടുക്കും. പിന്നെ ഈ ഗ്രാമപ്രിയക്ക് നോ ലോൺ ആൻഡ് നോ സറണ്ടർ ഫെസിലിറ്റി ആണ്. ലോണും ഇല്ല, സറണ്ടർ ഫെസിലിറ്റി ഇല്ല. പിന്നെ എന്താണ് അസൈൻമെൻറ്റും നോമിനേഷൻ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രാമപ്രിയ ഷോർട്ട് ടേം മണി ബാക്ക് പോളിസി ഓഫ് RPLI ഏതാണ് ഗ്രാമപ്രിയ, ദാറ്റ് ഈസ് 10 years RPLI.
നെക്സ്റ്റ് വൺ ആണ് ചിൽഡ്രൻസ് പോളിസി. ഇത് RPLAയ്ക്കും PLAയ്ക്കും കോമൺ ആയിട്ട് തന്നെ ഉള്ളതാണ്. എന്നാലും പറയാം. എ പോളിസി ഹോൾഡർ ഓഫ് ഓൾ ലൈഫ് അഷുറൻസ് എൻഡോമെന്റ് അഷുറൻസ് അണ്ടർ RPLA or PLI ഈസ് എലിജിബിൾ ഫോർ ടേക്കിംഗ് ദിസ് പോളിസി ഫോർ ഹിസ് ഓർ ഹർ ചിൽഡ്രൻ ആൻഡ് ഏജ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 5 to 20 years. അതായത് ആ കുട്ടിയുടെ ഏജ് 5 മുതൽ 20 വയസ്സിനിടയിലായിരിക്കണം. മാക്സിമം ഓഫ് ടു ചിൽഡ്രൻസ്, അതായത് ഒരു ഫാമിലിക്ക് 2 പിള്ളേർക്കാണ് പറ്റുക. മിനിമം ഏജ് ഓഫ് ചൈൽഡ് ഈസ് 5 years ആൻഡ് മാക്സിമം 20 years. ഏജ് ഓഫ് മെയിൻ പോളിസി ഹോൾഡർ ഷുഡ് നോട്ട് എക്സീഡ് 45 years. പോളിസി ഹോൾഡറിന്റെ ഏജ് 45 ഇയേഴ്സിൽ കൂടാൻ പാടില്ല. സം അഷ്യൂർഡ് ഓൺ ചിൽഡ്രൻസ് പോളിസി ഷുഡ് നോട്ട് എക്സീഡ് ദ സം അഷ്യൂർഡ് ഓൺ മെയിൻ പോളിസി. മെയിൻ പോളിസിനേക്കാളും കൂടാൻ പാടില്ല ഈ ചിൽഡ്രൻസ് പോളിസിയുടെ സം അഷ്യൂർഡ്. മിനിമം ₹10,000ഉം മാക്സിമം ₹1 lakh. അപ്പോൾ ചിൽഡ്രൻസ് പോളിസിയുടെ മിനിമം എമൗണ്ട് 10,000 ആണ്, മാക്സിമം എത്രയാണ് 1 lakh. ഇതിലും എന്താണ് ലോൺ ഫെസിലിറ്റി ആൻഡ് സറണ്ടർ ഫെസിലിറ്റി. Assignment and a nomination facility available ആണ്. In the event of death of main policy holder before the expiry of them, no further premium shall be payable. അതായത് മെയിൻ പോളിസി ഹോൾഡർ മരിക്കുകയാണെങ്കിൽ വീണ്ടും പോളിസി പ്രീമിയം അടക്കേണ്ടതായിട്ടില്ല. Sum assured together with the accrued bonus shall be payable on maturity or on death of child whichever is earlier. അതായത് എന്നാണോ മെച്യൂരിറ്റി അല്ലെങ്കിൽ കുട്ടിയുടെ മരണം അതേതാണോ നേരത്തെ സംഭവിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും, സം അഷ്യൂർഡും അക്രൂഡ് ബോണസും കൂടി കൊടുക്കും. ഇതാണ് ചിൽഡ്രൻസ് പോളിസി പറയണത്. അപ്പോൾ RPLAയുടെ പോളിസിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം PLAയിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ RPLAയിൽ പറഞ്ഞത്. പിന്നെ ബോണസിന്റെ കാര്യത്തിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ 6 ടൈപ്സ് ഓഫ് പോളിസിയാണ് RPLA പ്രൊവൈഡ് ചെയ്യണത്. ഇനി ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം പേയ്മെന്റ് മോഡ് എങ്ങനെയാണ്. ഒന്നില്ലെങ്കിൽ ക്യാഷ് ആയിട്ട് പേ ചെയ്യാം, ചെക്ക് ആയിട്ട് പേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് IPPB വഴി ഈ PLAയും RPLA പോളിസീസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് പേ ചെയ്യാൻ പറ്റും. പ്രീമിയം എന്നാണ് ഡ്യൂ ആവണത്? പ്രീമിയം ഈസ് ഡ്യൂ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത്. അതായത് ആ മാസത്തിന്റെ ആദ്യ ദിവസം തന്നെയായിരിക്കും ആ പ്രീമിയം എന്താവണത്, ഡ്യൂ ആവണത്. ഇനി നമ്മൾ പ്രീമിയത്തിന് അടച്ചില്ല, ഒരു മാസം അടച്ചില്ലെങ്കിൽ അതിന് ഡിഫോൾട്ട് ഫീ കൊടുക്കണം. എത്രയാണ്? 12% per annum. റൗണ്ട് ടു നിയറസ്റ്റ് റുപ്പി ആയിട്ട് ഒരു ഡിഫോൾട്ട് ഫീ കൊടുക്കണം. പിന്നെ എന്താണ്, നമ്മൾ മുൻകൂട്ടിയായിട്ട് പേയ്മെന്റ് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു റിബേറ്റ് കിട്ടും. അഡ്വാൻസ് പേയ്മെന്റിന് കൊടുക്കുന്നതാണ് എന്ത്, റിബേറ്റ്. ആ റിബേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. PLAയുടെ കേസിൽ ഫോർ 12 months, അതായത് 12 മാസത്തേക്ക് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ 2% റിബേറ്റ് കിട്ടും. RPLAയ്ക്കും 2%. ഫോർ 6 months ആണെങ്കിലോ 1% PLAയ്ക്കും 1% RPLAയ്ക്കാണ്. ഫോർ 3 months ആണെങ്കിൽ PLAയ്ക്ക് എന്തില്ല, റിബേറ്റ് നില്ലാണ്, ഒന്നും കിട്ടില്ല. പക്ഷെ RPLAയ്ക്ക് എന്താണ്, 0.5% നമുക്ക് എന്ത് കിട്ടും, റിബേറ്റ് കിട്ടും. അഡ്വാൻസ് പേയ്മെന്റിന് റിബേറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അതുകൂടാതെ വേറൊരു കണ്ടീഷനും പറയുന്നുണ്ട്. ഇൻ അഡീഷൻ വൈൽ ഓപ്റ്റിംഗ് ഫോർ ന്യൂ പോളിസീസ് എ റിബേറ്റ് ഓഫ് ₹1 is allowed on monthly premium for sum assured of every ₹20,000 in case of endowment assurance or life assurance, anticipated endowment assurance policies. അതായത് ഈ പോളിസീസിനൊക്കെ സം അഷ്യൂർഡ് 20,000 ആയിട്ടുണ്ടെങ്കിൽ ₹1 വെച്ച് എന്താണ്, റിബേറ്റ് കിട്ടും. ഇനി യുഗൾ സുരക്ഷയുടെ കാര്യത്തിലും പറയുന്നുണ്ട്. ഇൻ കേസ് ഓഫ് യുഗൾ സുരക്ഷ പോളിസീസ് എ റിബേറ്റ് ഓഫ് ₹1 is allowed on policies of sum assured of ₹40,000 and ₹1 on every ₹10,000 sum assured in excess of ₹40,000. അതായത് എല്ലാ 40,000 ഉള്ള ഒരു യുഗൾ സുരക്ഷ പോളിസിക്കും ₹1 വെച്ച് റിബേറ്റ് കിട്ടും. അതുകൂടാതെ 40,000നും കൂടി, അതായത് അഡീഷണൽ ഒരു 10,000ന് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് 40,000 കഴിഞ്ഞ് വീണ്ടും ഒരു 10,000, അതായത് 50,000 അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്താണ്, ₹1 വെച്ച് വീണ്ടും റിബേറ്റ് കിട്ടും. അതാണ് ഇവിടെ പറയണത്. ഇനി പറയുന്നത്, നമുക്ക് നമ്മുടെ ബോണ്ട് നഷ്ടപ്പെട്ടു, നമുക്ക് ഈ PLAയും RPLAയും ചെയ്യുമ്പോൾ നമുക്കൊരു ബോണ്ട് കിട്ടും. ആ ബോണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ബോണ്ട് എടുക്കാം. അതിന് വരുന്ന എമൗണ്ട് എത്രയാണ്, ₹100 plus GST. ഡ്യൂപ്ലിക്കേറ്റ് ബോണ്ടിന് അപ്ലൈ ചെയ്യുമ്പോൾ ₹100 plus GST. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പ്രീമിയം റെസിപ്റ്റ് ബുക്ക് എടുക്കാം. അതിന് എത്രയാണ്, ₹20 plus GST. അതുപോലെ തന്നെ പറയുന്നത്, നമുക്ക് എന്താണ്, റിന്യൂവൽ ലാപ്സ്ഡ് പോളിസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിന്യൂ ചെയ്യാൻ പറ്റും. എത്ര ടൈം വേണമെങ്കിലും പോളിസി എന്ത് ചെയ്യാം, റിന്യൂ ചെയ്യാം. പക്ഷെ മെച്യൂർഡ് പോളിസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി റീഇൻസ്റ്റാൾമെന്റ് ഓഫ് വോയിഡ് പോളിസി.
The payment of premium is due on the first day of the period. However, grace period is allowed for payment of premium is 30 days irrespective of periodicity of payment. അതായത് ഫസ്റ്റ് ഡേയിലാണ് നമുക്ക് പ്രീമിയം എന്താ അവിടുത്തെ ഡ്യൂ ആവണത്. അതിൻ്റെ ഒരു ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് 30 days ആണ്. In case the premium is not paid for a policy for 6 months or less in respect of policies of less than 3 years or 12 months or less in case of policies of more than 3 years, the policy become void. അതായത് എപ്പോഴാണ് ഒരു പോളിസി void ആവണേന്ന്. അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? In case of the premium is not paid for a policy for 6 months. അതായത് 6 മാസത്തേക്ക് ഒരു പോളിസി പേ ചെയ്തില്ല. Or less in respect of policies of less than 3 years or 12 months or less in case of policies of more than 3 years. അതായത് 3 വർഷത്തിൽ കൂടുതലുള്ള പോളിസി ആണെങ്കിൽ 12 മാസത്തിൽ കൂടുതൽ നമ്മൾ അത് പേ ചെയ്തില്ല എങ്കിൽ അതെന്താവും? വോയിഡ് ആവും. അപ്പോൾ 2 കണ്ടീഷനാണ് പറയുന്നത്. എന്താണ്? ഇൻ കേസ് ദ പ്രീമിയം ഈസ് നോട്ട് പെയ്ഡ് ഫോർ എ പോളിസി ഫോർ 6 months or less in respect of policies of less than 3 years or 12 months or less in case of policies of more than 3 years, the policy become void. അതായത് 3 വർഷത്തിൽ താഴെയുള്ള പോളിസി ആണെങ്കിൽ 6 മാസം നമ്മൾ പേയ്മെന്റ് നടത്തിയില്ലെങ്കിൽ അത് void ആവും. ഇനി 3 വർഷത്തിൽ കൂടുതലുള്ള പോളിസി ആണെങ്കിൽ 12 മാസം നമ്മൾ പ്രീമിയം അടച്ചില്ലെങ്കിൽ എന്താവും? അത് void ആവും. അപ്പോൾ void ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? The policy has to be reinstated to make it active by accepting premium with a default fee. അതായത് ആ പ്രീമിയം ഡിഫോൾട്ട് ഫീ ആയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വീണ്ടും അത് റിന്യൂ ചെയ്യാൻ പറ്റും. Reinstatement of policy can be allowed for any number of times during the term of the policy. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിന്യൂ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ജനറൽ കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ ഒരു പുതിയൊരു കാര്യം പറയണത് എ വെൽക്കം ലെറ്റർ ഓഫ് 3 pages were introduced to be sent to all new insurance policy holder from 1/4/2021. ഫസ്റ്റ് ഏപ്രിൽ 2021 മുതലാണ് ഒരു വെൽക്കം ലെറ്റർ എല്ലാ പോളിസി ഹോൾഡേഴ്സിനും പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് PLAയും RPLAയും ഒക്കെ തമ്മിലുള്ള ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻസും കാര്യങ്ങളും. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇന്നെടുത്തത് RPLA ആണ്. RPLയിലും 6 types of policies ഉണ്ട്. പിന്നെ ജനറൽ കണ്ടീഷൻസ് പറഞ്ഞു. താങ്ക് യു.